ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. റവ കേസരി. എങ്ങനെ റവ കേസരി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നോക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഒരു പിടി കിസ്മസും ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതൊന്ന് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവയൊന്ന് നന്നായിട്ടൊന്ന് അതേ നെയ്യിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ കരിയാതെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവരുത്. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. റവ നമ്മുടെ ഇതേ പരുവത്തിലേക്ക് മൂത്ത് വരുമ്പോഴേക്കൊന്ന് മാറ്റി വയ്ക്കാം. കരിഞ്ഞു പോവരുത്. ഇതേ പരുവത്തിൽ മാത്രം മൂത്താൽ മതി. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ എല്ലാം മിക്സായി വന്നതിന് ശേഷം തിളച്ചൊന്ന് വരട്ടെ. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. സാഫ്രോൺ ചേർത്ത് കൊടുത്താൽ നല്ല കളറും നല്ല ടേസ്റ്റും കിട്ടും. സാഫ്രോൺ ഇല്ലെന്ന് വെച്ചാൽ അതിന് വേണ്ടി ഒരു മഞ്ഞ കളർ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെന്തൊന്ന് വറ്റി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് സ്ലോയിൽ വെച്ചുകൊണ്ട് നല്ലതുപോലെ അടിപിടിക്കാതെ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേ പരുവത്തിലാവുമ്പോഴേക്കും നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റി ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമായ റവ കേസരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.